അമ്മേ, ഞാനൊരു 4 മണിയാവുമ്പോൾ തിരികെ പോകട്ടോ വീട്ടിലേക്ക്. ഇനി ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടേ അമ്മയെ കാണാൻ വരൂ. അന്നേരത്തേക്ക് അമ്മ വിനുവിനോട് പറഞ്ഞ് ആ തേങ്ങയൊക്കെ ഒന്ന് ഇടിയിക്ക്. അവിടെ കറിക്ക് അരയ്ക്കാൻ ഒറ്റ തേങ്ങയില്ല, വെളിച്ചെണ്ണയും കഴിഞ്ഞു തുടങ്ങി. വീടിനകത്തൂടെ അങ്ങിങ്ങ് നടന്ന് കയ്യിലും കണ്ണിലും പെടുന്നതെല്ലാം ഓരോ ഷോപ്പറിലേക്ക് എടുത്തിട്ട് പിന്നെയും ഇല്ലായ്മകളുടെ നീണ്ട ലിസ്റ്റ് യാതൊരു മടിയുമില്ലാതെ കുടഞ്ഞിടുന്ന നാത്തോനി മിഴിഞ്ഞ കണ്ണോടെ നോക്കി നിന്ന് പോയി അനുപമ. അതൊക്കെ നീ ഇനി വരുമ്പോഴേക്ക് ഞാൻ അവനെ കൊണ്ട് ഇടിപ്പിച്ചേക്കാടി മോളെ. തൽക്കാലത്തേക്ക് നീ എന്താണെന്ന് വെച്ചാ അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് പൊക്കൂ. അമ്മ പറഞ്ഞതും വേഗം തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു വിനോദിനി. മാസം 2 തികച്ചായില്ല ആട്ടാനും അരയ്ക്കാനാണെന്നും പറഞ്ഞ് 100-400 തേങ്ങ അവരവിടുന്ന് കൊണ്ടുപോയിട്ടെന്ന് ഓർത്തു അനുപമയപ്പോൾ. അതുമാത്രമല്ല, ആഴ്ചയ്ക്കാഴ്ച അമ്മയെ കാണാനെന്ന് പറഞ്ഞ് വന്നു പോകുമ്പോൾ അടുക്കളയിലും മറ്റുമായി ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വാങ്ങിവെച്ചിരിക്കുന്ന പലചരക്ക് പച്ചക്കറി ഉൾപ്പെടെയുള്ളതെല്ലാം വാരിയെടുത്തോണ്ട് പോയിട്ട് കൂടിയാണ് അവരുടെ ഈ ദാരിദ്ര്യം പറച്ചിലെന്നോർത്തതും വിനോദിനി പോയ വഴിയെ ഒന്നുകൂടി നോക്കിയവൾ. അന്നേരമാണ് താനൊന്നിട്ടിട്ട് അലക്കി മടക്കി വെക്കാനായി മുറിയിൽ കൊണ്ടുവച്ച പുതിയ സാരി കൂടി മടക്കി കൊണ്ടുപോകാൻ എടുത്തു വരുന്ന വിനോദിനി അവൾ കണ്ടത്. ചേച്ചി, അതെൻ്റെ പുതിയ സാരിയാണ്, അതെനിക്ക് വേണം. സ്കൂൾ ആനുവൽ ഫംഗ്ഷനുള്ള ഡ്രസ് കോഡ് ആ സാരിയാണ്. വിനോദിനി മടക്കിയെടുത്ത സാരിയിൽ പിടുത്തമിട്ട് അനു പറഞ്ഞതും അനുവിൻ്റെ കൈ സാരിയിൽ നിന്ന് ശക്തിയിൽ തട്ടിയെറിഞ്ഞു വിനോദിനി. ഇതെനിക്ക് വേണം അനു. നിനക്ക് വേണമെങ്കിൽ നീ ഒന്നുകൂടി അങ്ങ് അവനോട് പറഞ്ഞ് വാങ്ങിച്ചേരേ. അതല്ലെങ്കിൽ നീ തന്നെ ഒന്നങ്ങ് വാങ്ങിക്കൂ. നിനക്കും ഉണ്ടല്ലോ സർക്കാർ ഉദ്യോഗവും ശമ്പളവും എല്ലാം. ഇതെന്തായാലും എനിക്ക് വേണം. പറയുന്നതിനൊപ്പം ആ സാരി വൃത്തിയിൽ മടക്കിയെടുക്കുക കൂടി ചെയ്തവൾ. വലിയ സർക്കാർ ഉദ്യോഗമൊന്നും ഇല്ലെങ്കിലും ഒരു ജോലിയും ശമ്പളവും ചേച്ചിക്കും ഇല്ലേ? അതെടുത്ത് ചേച്ചി വാങ്ങിയാൽ മതി. ചേച്ചിക്ക് ഇതുപോലെ ഒരു സാരി. ഇനി അഥവാ ചേച്ചിക്ക് ഒരു സാരി വാങ്ങാനുള്ള ശമ്പളമൊന്നും ഇല്ല എന്നാണെങ്കിൽ ഭർത്താവ് ഒരാൾ ഗൾഫിലല്ലേ, പുള്ളിയോട് പറയൂ സാരി വാങ്ങാനുള്ള പൈസ ഇടാൻ. അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയത് തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ നിൽക്കണ്ട. തന്നു വിടില്ല ഞാൻ. പറയുന്നതിനൊപ്പം വിനോദിനിയുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങി കയ്യിൽ പിടിച്ചു അനുപമ. അനുവിൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലും ഒന്ന് ഞെട്ടി വിനോദിനി. അതേ ഞെട്ടലോടെ അവൾ അമ്മയെ നോക്കിയതും കണ്ടു. തൻ്റെ അതേ പകപ്പോടെ അനുവിനെ നോക്കുന്ന അമ്മയെ. 6 മാസത്തോളമായി വിനുവിൻ്റെ ഭാര്യയായി അനുപമ ഈ വീട്ടിലെത്തിയിട്ട്. വന്നിട്ട് ഇന്നോളം ഒരു കാര്യത്തിനും ഒരെതിർപ്പും അനുപമയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ആ ഒരു ധൈര്യത്തിൽ അവളുടേതുൾപ്പെടെ ഇവിടെ നിന്ന് വിനോദിനി കൊണ്ടുപോയ സാധനങ്ങൾക്ക് കണക്കും കയ്യുമില്ല. ആദ്യമായാണ് ഒരെതിർപ്പ് അവളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിൻ്റെ ഞെട്ടലാണ് അവരമ്മയ്ക്കും മകൾക്കും. ഞാൻ സാരി വാങ്ങണോ വേണ്ടയോ എന്നത് ഞാൻ തീരുമാനിച്ചോളാം അനുപമേ. അതോർത്ത് നീ ദണ്ണപ്പെടേണ്ട. പിന്നെ ഈ സാരി അത് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിൽ നീ എന്നെ തടയാനോ എൻ്റെ ഈ വീട്ടിലെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനോ നീ ആളായിട്ടില്ലടി. ഇതെൻ്റെ വീടാണ്. വീറോടെ വിനോദിനി വിളിച്ചു പറയുന്നത് ഓരോന്നും ഒരു പുഞ്ചിരി തെളിയിച്ച് അനുപമയെങ്കിലും മറുത്തൊരക്ഷരം അവരോട് തിരിച്ചു പറയാതെ ആ സാരിയുമെടുത്ത് തങ്ങളുടെ മുറിയിലേക്ക് നടന്നു അവൾ. തന്നെയും തൻ്റെ വാക്കിനെയും പുല്ലുവില കൽപ്പിച്ച് നടന്നു പോകുന്ന അനുപമയെ ദേഷ്യമാളുന്ന മുഖത്തോടെ നോക്കി വിനോദിനി. മകളുടെ മുഖത്തെ അതേ ദേഷ്യമുണ്ട് സതിയുടെ മുഖത്തെന്നും അനുപമയോട്. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേടി? ആ സാരി അതെനിക്ക് വേണമെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അതവിടെ വെച്ചിട്ട് പൊടി. അനുപമയുടെ പിന്നാലെ ചെന്ന് സാരിയിൽ പിടിച്ച് അലറും പോലെ പറഞ്ഞു വിനോദിനി. അത് അവൾക്കങ്ങ് കൊടുത്തേക്കാനോ? അവൾക്ക് അത്ര ഇഷ്ടമായിട്ടല്ലേ? നിനക്ക് ഇഷ്ടം പോലെ സാരികൾ വേറെയില്ലേ? പിന്നെ എന്തിനാ ഇത്ര വാശി? ഇത്രയ്ക്ക് വാശിയൊന്നും പെൺപിള്ളേർക്ക് നല്ലതല്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. വിനോദിനിക്കൊപ്പം ചേർന്ന് സതിയൻ തന്നെ കുറ്റപ്പെടുത്തിയതും അവർക്ക് നേരെ നെഞ്ചിൽ കൈപിണച്ചു തിരിഞ്ഞു നിന്നു അനുപമ. ഇതെന്തൊരു ന്യായമില്ലാത്ത വാദമാണമ്മേ. എന്നെ ഉപദേശിച്ച കാര്യങ്ങളെല്ലാം അമ്മ പണ്ടേ ചേച്ചിയെ പറഞ്ഞ് ഉപദേശിച്ചിരുന്നെങ്കിൽ ഇന്നീ സംസാരം പോലും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. മറ്റുള്ളവരുടെ കണ്ണിലെ പൊടിയെടുക്കാൻ ഇറങ്ങും മുമ്പ് അവനവൻ്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ കൂടി അമ്മ ഇനിയെങ്കിലും പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ അമ്മേ. അനുപമയുടെ സംസാരത്തിന് തിരികെ പറയാൻ മറുപടിയൊന്നുമില്ലാതെ വിളറിപ്പോയൊരു മാത്രം സതി. മോനെ വിനൂട്ടാ, നിന്റെ ഭാര്യ എന്നെയും നമ്മുടെ അമ്മയെയും പറഞ്ഞതെല്ലാം നീ കേട്ടില്ലേടാ? ഇവളിങ്ങനെയൊരുവളാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോടാ. നമ്മുടെ വീടിൻ്റെ സമാധാനം പോയടാ വിനൂട്ടാ. അനുപമയുടെ സംസാരത്തിന് മറുപടി ഏതുമില്ലാതെ പതറി നിന്ന വിനോദിനി അങ്ങോട്ട് കയറി വന്ന വിനോദിനെ കണ്ടതും വലിയ വായിൽ പദം പറഞ്ഞ് കരഞ്ഞു തുടങ്ങി. വിനോദിന്റെ നോട്ടം പക്ഷെ അനുപമയിൽ മാത്രമായി ഒതുങ്ങി. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ശിരസുയർത്തി നിൽക്കുന്ന അനുപമയുടെ നോട്ടവും വിനോദിൽ തന്നെയാണ്. അനു, ചായ വേണം. ചിരിയോടെ അനുപമയെ നോക്കി വിനോദ് പറഞ്ഞതും കയ്യിലെ സാരി അവിടെ സോഫയിൽ വെച്ച് വിനുവിനായുള്ള ചായ എടുക്കാനായി അടുക്കളയിലേക്ക് അനുപമ നടന്നതും ഗൂഢമായ എന്നമ്മയെ നോക്കി ചിരിച്ചു വേഗത്തിൽ സോഫയിൽ നിന്ന് ആ സാരിയെടുത്ത് കയ്യിൽ പിടിച്ചു വിനോദിനി. വിനോദുള്ളപ്പോൾ അനുപമ തന്നെ എതിർക്കില്ലെന്ന ആത്മവിശ്വാസമാണ് വിനോദിനിക്ക്. അതവിടെ വെച്ചേക്ക് ചേച്ചി, അത് അനുവിൻ്റെ സാരിയല്ലേ?
മുഖത്ത് യാതൊരുവിധ ദേഷ്യവും കാണിക്കാതെ സ്വാഭാവികമെന്നതുപോലെ വിനോദ് പറഞ്ഞതും ഞെട്ടി അവനെ നോക്കി വിനോദിനി. ഇന്നുവരെ യാതൊരു കാര്യത്തിനും തന്നോട് എതിർക്കാതെ തന്നെ അനുസരിച്ച് മാത്രം നിൽക്കാറുള്ള അനിയന്റെ മാറ്റം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവർക്ക്. അമ്മയുടെ അവിശ്വാസത്തോടെയുള്ള നോട്ടവും അവന്റെ മുഖത്തേക്ക് തന്നെയാണ്. അവളുടെ സാരിയോ? അങ്ങനെയൊന്നും ഉണ്ടോടാ ഇവിടെ? ഇവിടെ ഉള്ളതെല്ലാം എന്റേതും കൂടിയാണ്. അറിയില്ലേ നിനക്കത്? അതോ ഒരു പെണ്ണ് കെട്ടിയപ്പോ കൂടപ്പിറപ്പ് കൂടെ വേണ്ടാന്ന് പറഞ്ഞോ അവള്? പറഞ്ഞോടാ. വിനോദിനരികിലേക്ക് നെഞ്ചത്തടിച്ച് പാഞ്ഞെത്തി വിനോദിന് ചോദിക്കുമ്പോഴും മുഖത്തെ ചിരി മായാതെ അവരെ നോക്കി അവരുടെ കയ്യിലുള്ള സാരി തന്റെ കൈക്കുള്ളിലാക്കി വിനോദ്. അവന്റെ പ്രവൃത്തിയിൽ മിഴിഞ്ഞ് വിനോദിനിയുടെ കണ്ണുകൾ. പെങ്ങൾക്ക് പെങ്ങളുടെ സ്ഥാനവും ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനവും എന്നും എൻ്റെ ഉള്ളിലുണ്ടാവും ചേച്ചി. അതുപോലെ ഈ വീടും ഞാനും എല്ലാം ചേച്ചിയുടേതാണ്. പക്ഷേ അനുപമ ചേച്ചിയുടേതല്ല. കാരണം ചേച്ചി അവളെ ഒരിക്കലും ചേച്ചിയുടെ സ്വന്തമായി കരുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ സാധനങ്ങളും ചേച്ചിയുടേതാവില്ല. അതെല്ലാം എന്നും അവളുടേത് മാത്രമായിരിക്കും. വിനോദ് പറയുന്നത് ഉൾക്കൊള്ളാൻ വയ്യാതെ അവനെ ഒരു നിമിഷം തുറിച്ചു നോക്കിയിരുന്നു വിനോദിനി. ഇതെന്റെ വീടാണെന്ന് നീ സമ്മതിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളതും എൻ്റേതാണ്. അമ്മേ, ഞാൻ അടുക്കളയിലെ ആ പുതിയ മിക്സി എടുക്കുന്നുണ്ടേ. എൻ്റെ മിക്സിക്ക് കുറച്ചായിട്ട് ഓരോരോ പ്രശ്നങ്ങളാണ്. കിട്ടിയ അവസരം മുതലെടുത്ത് ഒരു വിജയചിരിയോടെ വിനോദിനി അടുക്കളയിലേക്ക് നടന്നിട്ടും മുഖത്ത് ചിരി മായാതെ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു വിനോദ്. നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഞാനിത് കൊണ്ടുപോകുന്നതിൽ പരാതിയൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടായിട്ടും കാര്യമില്ല, ഇതെൻ്റെ വീടാണ്. ഒരു വഴക്കിന് കച്ചകെട്ടി വിനോദിനി പറയുന്ന നേരത്ത് തന്നെയാണ് അവൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നത്. അത് നോക്കിയതും വിനോദിനിയെ നോക്കി വിടർന്ന് ചിരിച്ചു വിനോദ്. നീ നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്തോ ചേച്ചി. നീ കൊണ്ടുപോകുന്ന ഓരോ സാധനത്തിൻ്റെയും കൃത്യമായ പൈസ അളിയൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങാറുണ്ട്. ദാ കണ്ടില്ലേ, നീ ഇപ്പോൾ നിന്റെ കയ്യിലെടുത്ത് പിടിച്ച മിക്സിയുടെ ക്യാഷ് അളിയൻ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞു. പിന്നെന്ത് പരാതിയാ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും? വിനോദിനിക്ക് നേരെ ഫോൺ നീട്ടി വിനു പറഞ്ഞതും തുറിച്ചു വിനോദിനിയുടെ കണ്ണുകൾ. എടാ നീ! ശബ്ദം ഉയർത്താൻ ശ്രമിച്ചവർ. എനിക്കിവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല ചേച്ചി. നീ ആഴ്ചയിൽ ആഴ്ച വന്ന് വാരി എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾ തിരികെ ഇതുപോലെ ഇവിടെ വാങ്ങി വെക്കാൻ ഞാനുള്ള കാര്യം അളിയനോട് പറയും. പുള്ളി കൃത്യമായി പൈസ തരും. വിനോദിന്റെ സംസാരത്തിൽ ശബ്ദമില്ലാതെ വിനോദിന് നിന്നതും വിനോദിന് നേരെ തിരിഞ്ഞു അവൻ്റെ അമ്മ. അമ്മേ, ഒരു കാര്യം, അളിയനോട് ചേച്ചി എടുത്തുകൊണ്ട് പോകുന്ന പച്ചക്കറി പലചരക്ക് സാധനങ്ങളുടെ പൈസ ചോദിക്കുന്നത് മോശമായതുകൊണ്ട് ആ പൈസയൊക്കെ ഞാൻ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ എടുക്കാറ്. അമ്മയ്ക്കതിൽ പരാതി ഉണ്ടാവില്ല എന്നറിയുന്നത് കൊണ്ടാണ് ആദ്യം പറയാത്തത്. ചേച്ചിക്ക് വേണ്ടിയല്ലേ? വിനോദിന്റെ വാക്കുകളിൽ തുറന്നുപോയ വാ അടയ്ക്കാൻ പോലും മറന്നമ്മ ഞെട്ടി നിൽക്കുമ്പോൾ അനുപമയുടെ കയ്യിൽ നിന്ന് ചായയും വാങ്ങി ഒരു ചിരിയോടെ മുറിക്കുള്ളിലേക്ക് പോയി വിനോദ്. ഒരല്പനേരം കഴിഞ്ഞ് പുറത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നതും ശൂന്യമായ കൈയോടെ വിനോദിനി അതിൽ കയറി പോകുന്നതും കണ്ടതോടെ തൻ്റെ ഫോൺ കയ്യിലെടുത്ത് അളിയനൊരു മെസ്സേജ് അയച്ചു വിനോദ്. സോറി അളിയ, വേറെ വഴിയില്ല, ജീവിച്ചു പോണ്ടേ. വിനോദിന്റെ മെസ്സേജ് വായിച്ചതും മറുവശം അളിയനിൽ നിന്നൊരു ദീർഘനിശ്വാസം മുതിർന്നു. അവിടെ വെട്ടിയ ഇടയ്ക്കുള്ള മഴ ഇനി പെയ്യുന്നത് തൻ്റെ നെഞ്ചത്താവുമല്ലോ എന്നോർത്തുള്ള ദയനീയമായ ദീർഘനിശ്വാസം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.